ഏതെങ്കിലും മൊട്ട തല വിഗ് വെച്ച് അല്ല തൊപ്പി വെച്ച് നടക്കും, തല വേർക്കൂലേ? എന്തുകൊണ്ട് ഈ ഒരു ലുക്ക് എടുക്കണം തോന്നി? നീ വരുന്നെന്ന് പറയാം, അപ്പൊ ഞാൻ കുറച്ച് വൾഗറായിട്ട് വരാൻ ഓക്കെ, എന്തായാലും 21 മാമി ചെറ്റക്കൊരു ചിറ്റ. ഇന്നലെ വരെ ജീവിതത്തിൽ മാറ്റണമെന്ന് തോന്നിയ ഒരു ശീലം എന്താണ്? ഈ അർത്ഥം വെച്ച ആളുകളെ കളിയാക്കുന്ന സ്വഭാവം ഉണ്ട് എനിക്ക്. അത് മാറ്റണം എന്ന് തോന്നിയിട്ടുണ്ട്, പക്ഷെ മാറ്റാൻ പറ്റില്ല. അതെന്ന് വെച്ചാൽ ഒരു അർത്ഥം ഇത്ര നേരമായിട്ട് മനസ്സിലായില്ലേ? ധ്യാൻ അഭിനയം നിർത്തുന്നതോടെ മലയാള സിനിമാ ലോകത്തിന് എന്ത് സംഭവിച്ചു? ഓപ്ഷൻസ് അത് ഒരു പുല്ല് സംഭവിക്കില്ല. രണ്ടാമത് ഓൺലൈൻ ചാനലുകാരുടെ ഉറക്കം നഷ്ടപ്പെടും. എന്റെ സമാധാനം നീ പട്ടിണിയാവും. മൂന്നാമത്തെ ഓപ്ഷൻ, നീ നിന്റെ കുടുംബവും പട്ടിണിയാവും. പിന്നെ ഇടപ്പള്ളിയിലൊക്കെ കാണാം കൊച്ചിനെ പറ്റി. ജീവിച്ചേട്ടനെ റീ റിലീസ് വരണം ഒത്തിരി സിനിമ, പഴയ എല്ലാ സിനിമയും ലാലേട്ടന്റെയും മമ്മൂക്കയുടെ എല്ലാ സിനിമയും റിലീസ് ചെയ്ത് വന്നോണ്ടിരിക്കണം. ഓക്കെ, അജുവേട്ടന് DVD ഉള്ളതുകൊണ്ട് സ്വന്തം DVD ഉണ്ട്, അതുകൊണ്ട് അവന് റീ റിലീസിന്റെ ആവശ്യമില്ല. മാജിക് ഫ്രെയിംസിൽ നിന്ന് വന്ന പരസ്യത്തെക്കാൾ കൂടുതൽ പരസ്യമാണ് നമുക്ക് കിട്ടിയത് പ്രേക്ഷകരിൽ. അതിന് എതിർപ്പുണ്ടോ? എനിക്ക് എല്ലാത്തിനോട് എതിർപ്പുണ്ട്. മാളികപ്പുറത്തിൽ മാളികപ്പുറമായിട്ട് തന്നെ വന്ന് ഇപ്പോൾ പ്രേക്ഷകരുടെ എല്ലാം മാളികപ്പുറം എന്ന് കേൾക്കുമ്പോൾ തന്നെ ദേവനന്ദയുടെ മുഖമാണ് ഓർമ്മ വരുന്നത്. എന്താണ് മോളെ ആദ്യത്തെ സിനിമയെ പറ്റിയുള്ള ഒരു അഭിപ്രായം? ഇതെന്റെ ആദ്യത്തെ സിനിമയല്ല. അല്ല, അവരുടെ പാർട്ടിയിൽ ഉദയം ചെയ്യാൻ നിൽക്കുകയായിരിക്കും, അപ്പോൾ അവർ തകർന്നു വീഴും. ഇപ്പൊ എപ്പോഴെങ്കിലും ചീത്ത വിളിക്കുവോ, അങ്ങനെ ചെയ്ത ശരിയല്ല നിന്നെ പിന്നെ കണ്ടോളാടാ അതൊക്കെ പറയുന്നത്? നേരിട്ടുള്ള ചീത്ത വിളി അങ്ങനെ ഇല്ല, നേരിട്ട് വിളിക്കാറ്. പക്ഷെ പിന്നെ ഈ ആരാധക വൃന്ദത്തെ കൊണ്ട് വിളിപ്പിക്കാറുണ്ട്, അതുണ്ട്, വിളിച്ചിട്ടുണ്ട്. ഒരു രാത്രി 3 മണിയായപ്പോ ഒരാൾ ഏതോ നമ്പറിൽ നിന്ന് വിളിക്കുന്നു, കൊട്ടത്തെറി, ഫോൺ എടുത്ത് പാട്ട് നിന്നെ കഴുത്തോർത്ത് കൊല്ലണോ രാത്രി. ഞാൻ ചേട്ടൻ നല്ല ഉറക്കത്തിന് ഓക്കെ നല്ല പാവങ്ങളുണ്ട്, പാവങ്ങളാണ്. പുള്ളിക്ക് എന്റെ ഉറക്കം കളഞ്ഞ സങ്കടമുണ്ട്, എന്നാ കഴുത്തോർത്ത് കൊല്ലും വേണം. നമ്മള് സംസാരം കഴിഞ്ഞിട്ട് അയ്യോ ഈ സിനിമയുടെ പേരെന്താ ടീം ഇതാണ് അല്ല, വല്ലാത്തൊരു പേരും അല്ലേ? വ്യസന സമയത്ത് പേരൊക്കെ മാറ്റിക്കിടാൻ പറ്റും. ഈ അമ്മയുടെ ഏതെങ്കിലും സിനിമ സീരിയൽ തീരുമാനങ്ങളിൽ മക്കൾ എപ്പോഴെങ്കിലും ഇടപെട്ടിട്ടുണ്ടോ? ഇല്ല, അങ്ങനൊന്നും ഇല്ല. കാരണം എന്ത് തീരുമാനം, ഞാനെന്തോ ഇന്ത്യ ഭരിക്കാൻ പോകുന്നു. പക്ഷെ എനിക്ക് ഭയങ്കര പോലീസാന്ന് അറിഞ്ഞപ്പോഴേ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പുള്ളി SP ആയിട്ടൊക്കെ ഇരുന്നപ്പോ ഞാൻ ഉണ്ടായിരുന്നെങ്കിൽ മരുമോനൊക്കെ ആയിട്ട് ഞാൻ ഒന്ന് വലിച്ചേനെ. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ആ ഭാഗ്യം എനിക്ക് കിട്ടിയില്ല. അപ്പൊ SP ആയതോ? അതല്ല, എത്ര ടേക്ക് പോയി വീണ ചേച്ചി? എടാ നീ വേറെ ആരെ അത് നമ്മൾ ഓരോ തവണ കട്ട് ചെയ്തിട്ട് വീണ്ടും എടുക്കുമ്പോഴാണ് ടേക്ക്. ഇത് ക്യാമറ ഓൺ ആക്കി വെച്ചിട്ട് ഉച്ച എന്നെ തന്നെ എന്തിനാണ് ആലോചിച്ച് പറഞ്ഞൂടാ? അതിന് 2 സീൻ ഒരു സിനിമയിൽ അഭിനയിച്ചു കഴിഞ്ഞിട്ട് സാറിന് എന്റെ ഇനിയും എക്സ്പ്രഷൻസ് ബാലൻസ് ഉണ്ടെന്ന് തോന്നിയത്. ഇവര് സ്വന്തമായിട്ട് വീടൊന്നുമില്ല, ഇങ്ങനെ വീട് വെച്ചിട്ടില്ല. ഇടയ്ക്ക് വീട്ടിലോട്ട് വരുമ്പോ ഇവ വീട്ടിലുണ്ടാവും. ഫ്ലാറ്റ് എടുത്തു 1000 സ്ക്വയർ ഫീറ്റ് വീട്ടിലാണ് താമസിക്കുന്നത്. 7000 സ്ക്വയർ ഫീറ്റ് എന്റെ അച്ഛൻ്റെ വീട്ടിലാണ് താമസിക്കുന്നത്. അത് അച്ഛൻ സ്വത്ത് പാർട്ടീഷൻ കഴിഞ്ഞാൽ എനിക്ക് തരാന്ന് പറഞ്ഞു. ഇതും കുറെ കാലം കഴിയുമ്പോൾ എനിക്കിത് കാണുമ്പോൾ ഇത് തോന്നും ഇതും അത്ര നന്നായില്ല, കുറച്ചും കൂടെ നന്നായിട്ട് ചെയ്യാമായിരുന്നു തോന്നും.
അങ്ങനെ ഓരോ സിനിമകൾ കഴിയുമ്പോൾ നമുക്ക് ജീവിക്കുന്നുള്ള അതിമോഹം ഇങ്ങനെ ഫണ്ണായിട്ട് ഇങ്ങനെ വിഷമിപ്പിക്കുമ്പോ വിഷമമുണ്ടോ? ഇതിനൊക്കെ എന്ത് വിഷമം? ഇതൊക്കെയാണ് ചെറുപ്പത്തില് കുട്ടിക്കാലം മുതൽ കാണാൻ പിന്നെ ആ ഒരു വാത്സല്യം ഉണ്ട് കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും. ട്രിബ്യൂട്ടാ ഇപ്പൊ കൊടുത്തത്. ലക്ഷ്മിക്കുട്ടി പറഞ്ഞേ. ആ സുഭാഷിനോ? എനിക്ക് ഡ്രൈവർ ആയാൽ മതി. ആ അമ്മുക്കുട്ടി? എനിക്ക് അബുവിന്റെ പെണ്ണായ മതി മാഷേ. സുനിക്കോ? എന്നാ എനിക്ക് അബു ആയ മതി മാഷേ. ലവിനെ കുറിച്ച് ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞ പെട്ടെന്ന് എന്ത് പറയും? ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. കറക്റ്റല്ലേ? ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. എന്താ ചേട്ടാ പെട്ടെന്ന് അങ്ങനെ പറയാൻ പറ്റുള്ളൂ. മനപ്പൂർവ്വം ഇങ്ങനെ പ്ലാൻ ചെയ്ത് വന്നേക്കാലോ. നിങ്ങളല്ല ഇതൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നത്, ഞങ്ങളാണോ? ഓക്കെ, എന്ത് ചെയ്താലും ഉത്തരം പറയരുത് എന്നുള്ള മൈൻഡിൽ ഇരിക്കല്ലേ? അല്ല, ഉത്തരം പറഞ്ഞു. ഉത്തരം പറഞ്ഞല്ലോ, ഡിഫൈൻ ചെയ്യാൻ പറ്റാത്ത ഇമോഷൻ ആണെന്ന്. ഓ അങ്ങനെ. ശരിക്കും നിങ്ങളുടെയൊക്കെ ഉദ്ദേശം എന്ന് പറയുന്നത് നിങ്ങൾ മനഃപൂർവ്വം അങ്ങോട്ട് നെഗറ്റീവ് ചെയ്യല്ലേ? അപ്പൊ അത് കാണുന്ന ഓഡിയൻസ് ആണോ ശരിക്കും പൊട്ടന്മാര്? ആഹാ, എന്റെ വർക്ക് നിങ്ങൾ നോക്കുന്നുണ്ടോ? എന്നെ പറ്റി നിങ്ങൾ സംസാരിക്കുന്നുണ്ടോ? അപ്പൊ ഞാൻ ആരായി? നിങ്ങൾ പൊട്ടൻ. അനുവിന്റെ അടുത്ത് കരയാൻ പറയുന്നുണ്ട്. അപ്പം വിപിൻ ചേട്ടനത് ഇതായില്ല പറഞ്ഞു. അനുവിന്റെ അടുത്ത് പറഞ്ഞു ഒരു കണ്ണീന്ന് കണ്ണീര് വരുത്താൻ പറ്റുമോ ചോദിച്ചു. അപ്പം അനു പറഞ്ഞു അതെങ്ങനെ? പക്ഷെ ഫസ്റ്റ് ടേക്കില് ഒരു കണ്ണിന്ന് മാത്രം കണ്ണുനീര് വരുന്നൊരു ഷോട്ട് ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര അത്ഭുതം തോന്നി. കാരണം കുറച്ച് അത് അത്രയും കോൺസെൻട്രേറ്റ് ചെയ്തിട്ടേ അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. ഒരു കണ്ണിന്നൊക്കെ കണ്ണുനീര് വരുത്തും. പല നടന്മാർ ചെയ്ത കുറേ ക്യാരക്ടേഴ്സ് ഉണ്ടാവും സാറ് കണ്ടത് തന്നെ. അതിൽ സാറിന് ഏതെങ്കിലും ഒരു ക്യാരക്ടർ ചെയ്താൽ കൊള്ളാമെന്ന് തോന്നിയ ഏതെങ്കിലും ഒരു ക്യാരക്ടർ, അത്രയും ആഗ്രഹം തോന്നിയ ഏതെങ്കിലും ഒരു ക്യാരക്ടർ? അത്ര ശരിയായില്ല, അതൊന്ന് ചെയ്യണമെന്ന് തോന്നിയത് ബാഹുബലിയിലെ പ്രവാസിൻ്റെ വേഷം.